കരയോക്കെ മാത്രമല്ല, നിങ്ങൾ ഓഡിയൻസിനെ കൂടെ ചേർത്തുകൊണ്ട് ഒരു ഒരു പരിപാടി ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചു വച്ചിട്ടുണ്ട്. അതായത് ഒരു 6 റൗണ്ട് നിങ്ങളെ ഒരു 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഒരു സ്കോറിംഗ് റൗണ്ട്. അതിന്റെ നിയമങ്ങൾ വരുന്ന വഴിയിൽ പറഞ്ഞു. മലയാളം അറിയാത്ത കാര്യങ്ങളുണ്ടോ ഇവിടെ? എനിബഡി യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മലയാളം? ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, മനോജ് സ്കോർ ചെയ്യുന്നുണ്ട് അല്ലേ? വെറുതെ, അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് റൗണ്ടാണ്. അതായത് ഒരു വാക്ക് തരും, ആ വാക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പാട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ, അതായത് ആദ്യത്തെ എങ്ങനെയാണ് പ്രതീക്ഷിച്ചത്? ഒരു 4 ഗ്രൂപ്പായിട്ട്. ആദ്യത്തെ 4 ഒരു ഗ്രൂപ്പ് അല്ലേ? ഒരു ഗ്രൂപ്പ്. അപ്പൊ ഈ 1, 2, 3, 4 നിങ്ങൾ അവര് ടീം എ കൈവക്കും. അത് പോട്ടെ, ഹരീം ടീം എ അല്ലേ? അത് കഴിഞ്ഞുള്ള 4 പേർ ടീം ബി കൈവക്കൂ. 2 കൈ പൊക്കരുത്, ഒറ്റ കൈ പൊക്കാം. ടീം സി ബാക്കി എല്ലാവരും ബാക്കിലോട്ട്. ബാക്കി പുറകിൽ. നിങ്ങളിൽ പാട്ട് പാടാൻ അറിയാത്ത, മലയാളം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുത്തെ ആരെങ്കിലും അങ്ങോട്ട് വരാം. പ്രദീപ് ഉണ്ടല്ലേ അവിടെ? പ്രദീപ് ടീം സി അല്ലേ? അല്ലേ? പ്രദീപിന്റെ ഭാര്യ വന്നിട്ടില്ലേ? വെരി ഗുഡ്. അപ്പോ അതായി ടീം. അപ്പൊ ടീം എ, ടീം ബി, ടീം സി. മനോജാണ് സ്കോർ ചെയ്യുന്നത്. ശരി ഉത്തരം. ആദ്യം ഒരു വേർഡ് ഒരു ചോദിക്കുന്നു, അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പാട്ട്, അത് ശരി ഉത്തരം പറയുന്ന ആദ്യത്തെ ടീമിനോട് ചോദിക്കും. വേറെ ആരും പറയാൻ പാടില്ല. അപ്പൊ ടീം എ ഉത്തരം പറയുകയാണെങ്കിൽ അവർക്ക് 10 പോയിന്റ്. ടീം എ തോറ്റു തുന്നം പാടിയാൽ 10 സെക്കൻഡാന്ന് പറഞ്ഞില്ലെങ്കിൽ ടീം ബിക്ക് തരും. അപ്പൊ അവർക്ക് 5 പോയിന്റ്. ഇല്ലെങ്കിൽ ടീം സിക്ക് അവർക്ക് 5 പോയിന്റ്. അങ്ങനെ. നെഗറ്റീവ് ഉണ്ടോ? നെഗറ്റീവ് വെക്കാം. പറയൂ. മ്യൂസിക്കൽ കോൺടെസ്റ്റ് ആയതുകൊണ്ട് ഒരു -5 ആയിക്കോട്ടെ. എന്തിന്? തെറ്റ് റോങ് ആൻസർ. ഇപ്പൊ ടീം എ പറയാണ് ഈ പാട്ട് ഞാൻ പാടുന്നു, പക്ഷെ ആ പാട്ടിന്റെ ഒരു 2 വരിയെങ്കിലും അവർക്ക് പാടാൻ പറ്റിയില്ലെങ്കിൽ -5. ജഡ്ജ് മനസ്സിലായല്ലോ ജഡ്ജെ? ഓക്കെ, ജഡ്ജിന്റെ കാര്യം പിടികിട്ടി. കണക്കിൽ ശകലം വീക്കാണ് പുള്ളി, എന്നാലും കുഴപ്പമില്ല. ഹിന്ദി പാടാം, തമിഴ് പാടാം, തെലുങ്കും പാടാം. ബാക്കി ഭാഷ പാടി കൺഫ്യൂഷൻ ആക്കരുത് ഇവിടെ. 4 വരിയെങ്കിലും പാടണം മിനിമമായിട്ട്, രാഗത്തിൽ. നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് പാടണം. എങ്ങനെ? 2 വരി മതിയോ? 2 വരി 4 വരി വരെ പോവാം. 4 വരി വരെ ചെയ്യാം. സാറിന് 4 ഒരു സ്റ്റാൻസ്. പല്ലവി എന്ന് പറയാം. അത് നിങ്ങളിപ്പോ ഈ ഏഷ്യനെറ്റ് സ്റ്റാർസ് ഇങ്ങനെ കണ്ട് എല്ലാവർക്കും അറിയാലോ, പല്ലവി എന്ന് പറഞ്ഞ സംഭവം. പല്ലവി 4 വരി കഴിഞ്ഞ് പിന്നെ ആവേശം മൂത്ത് അങ്ങോട്ടും പാടാൻ പാടില്ല. പ്രദീപിനൊക്കെ ഈ ആവേശത്തിന്റെ പ്രശ്നമുണ്ട്. മൈക്ക് കേട്ട പിന്നെ അല്ല കൂടുതൽ കിടക്കുന്നില്ല. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പൊ കണ്ണീർ എന്നൊരു വാക്ക് തരികയാണ്. ഇപ്പൊ ടീമേക്ക് കണ്ണീർ. അപ്പൊ നിങ്ങൾ പാടണം കണ്ണീർ പൂവിന്റെ കവിളിൽ തലോണി. അങ്ങനെ. അത് 4 വരി. സംഭവം മനസ്സിലായല്ലോ? 2 വരി. 2 തൊട്ട് 4 വരി. റെഡിയാണോ? ടീം എ റെഡി? ടീം എ റെഡിയാണോ? ഊർജ്ജസ്വലരാണ്. ടീം എ ഇവിടെ തൊട്ട് അവിടെ വരെ ടീം ആണ്. യു ഗൈസ് ആർ ടീം എ. അങ്ങനെ പറഞ്ഞ കാര്യമില്ല, നിങ്ങളെല്ലാം ടീം ആണ്. സിബി ടീം എ അല്ലേ? ടീം എ. ശരി. വിനയ് ഒരു വോളണ്ടിയർ നിങ്ങൾ വരാൻ പറ്റുമോ? വോളണ്ടിയർ. പാട്ടൊക്കെ വെച്ചിട്ട് ഓക്കെ, അപ്പൊ സമയം കളയുന്നില്ല. ടീം എയുടെ ചോദ്യം. ഒരു വേർഡ് തരും, ആ വേർഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പാട്ട് 10 സെക്കൻഡ്. ടൈമും നോട്ട് ചെയ്യണം. ടൈം ഉണ്ടല്ലോ കയ്യില്, 10 സെക്കൻഡ്. മേഘം. വാക്കിതാണ് മേഘം. ഹരിയാണ്. ഹരി. ഓക്കെ, പാട്ട് തുടങ്ങിയിട്ടോ. മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന പഴയ കളി നടക്കില്ല. പാടുക. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, പാടൂ. പാടൂ. 2 വരും. ശരി. അപ്പൊ ആന്റിന്റെ പേര് ശകുന്തള ആന്റിക്ക് ഒരു വലിയ കൈയടി. ഓക്കെ, ടീം ബിക്ക് 10 പോയിന്റ്. ഓക്കെ, ടീം സി
ടീം സി നിങ്ങൾക്ക് കാർഡ് അതെ. 10 പോയിന്റ്. അപ്പൊ എല്ലാവരും ഈ റൗണ്ടിൽ 10 പോയിന്റ്. റൗണ്ട് 1 ഇവിടെ സമാപിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അതിഭയങ്കരമായി മത്സരിക്കുന്ന 3 ടീമുകളും 10 പോയിന്റ് നേടി ഇവിടെ സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ്. So we are continuing with our